പ്രിയപ്പെട്ട NS മാധവന് ഈ സംവാദ സദസ്സിലേക്ക് ഹാർദമായി സ്വാഗതം പറയും. മാധവൻ എന്നോട് ആദ്യം ചോദിച്ചത് എന്താണ് നമ്മുടെ വിഷയം എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ദ അൺടോൾഡ് ഇന്ത്യ, പറയപ്പെടാത്ത, മാധവൻ പറയാത്ത ഇന്ത്യ. അപ്പം ഞാൻ അതിലൊരു വ്യക്തിപരമായൊരു അനുഭവം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഞാൻ ഭാഷാഭൂഷണിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഈ എൻ്റെ ദേശം എന്ന് പറഞ്ഞ ഓരോ ആളുകളും അവനവൻ്റെ ദേശം അവനവൻ്റെ എഴുത്തിനെ എങ്ങനെ രൂപപ്പെടുത്തി എന്ന് പറയുന്ന ഒരു ലേഖന പരമ്പര അല്ലെങ്കിൽ ആത്മകഥാപരമായ ഒരു ലേഖന പരമ്പര നമ്മൾ കൊടുത്തിരുന്നു. 64 എഴുത്തുകാരുടെ പരമ്പരയാണെന്ന് കൊടുത്തത്. അപ്പം അതിൽ NS മാധവനെയും ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ വലിയ ട്രാക്കിങ് വേണ്ടി വന്നു. അപ്പോൾ മാധവൻ്റെ നമ്പർ ഇവിടെ കേരളത്തിൽ അധികം ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ഞാൻ മാധവനെ വിളിച്ചത് ഓഫീസിലേക്കാണ്. 2-3 പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് കണക്ഷൻ കിട്ടിയത്. അവസാനം മാധവൻ സംസാരിച്ചു. എന്നിട്ട് വേറൊരു കോളിൽ അദ്ദേഹം എന്നെ വിളിച്ചു, ഈ ഓഫീസിലേക്ക് വിളിക്കണ്ട, പ്രത്യേകിച്ച് ഞാനൊരു എഴുത്തുകാരനാണ് എന്ന് ഓഫീസിൽ അറിഞ്ഞാൽ ഞാനൊരു വലിയ അതിൻ്റെ വാക്കാണ് ലോലനാണ് എന്നാണ് എൻ്റെ സഹപ്രവർത്തകരൊക്കെ വിചാരിക്കുക. അത് വിചാരിച്ചാൽ എൻ്റെ പണിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് എന്നെ ഒരു ലോലനാക്കാതെ ഇരിക്കുമോ എന്നൊരു ഉപദേശം തോന്നി. അപ്പോൾ അത് എനിക്ക് അവിടുത്തെ എഴുത്തുകാരനെ പറ്റിയിട്ടുള്ള പെർസെപ്ഷൻ ബീഹാറിൽ എങ്ങനെയാണ് എന്നതിൻ്റെ ചെറിയ ഒരു ചിത്രം കിട്ടി. ആ ചിത്രം മാധവനായിട്ട് പിന്നീട് സംസാരിച്ചപ്പോൾ വളരെ വ്യക്തമാവുകയും ചെയ്തു. എങ്ങനെയാണ് അവിടെ എഴുത്തുകാരനെ പൊതുവിൽ വീക്ഷിക്കണത് എന്ന് പറഞ്ഞുവല്ലോ. അതൊന്നും ഇവിടെ ഇവർക്ക് വേണ്ടി ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എഴുത്തുകാരെ വളരെയധികം ബഹുമാനിക്കുകയും കൊണ്ടാടുകയൊക്കെ ചെയ്യുന്ന ഒരു നാടാണ് കേരളം എന്നാണ് ഞാനടക്കം എല്ലാവരും ധരിച്ച് വശമായിട്ടുള്ളത്. ആ സമയത്താണ് ഞാൻ ബീഹാറിലെത്തുന്നത്, 1975. ബീഹാറിലെത്തുമ്പോൾ ചില വിചിത്രമായ കാഴ്ചകൾ കണ്ടു. അതിലൊരു കാഴ്ച ഇതായിരുന്നു, അവിടുത്തെ സാഹിത്യ അക്കാദമി, അതിൻ്റെ പേര് ഹിന്ദി സാഹിത്യ പരിഷത്ത് എന്നാണ്. അതൊരു നീണ്ട ഇടവഴിയുടെ അറ്റത്താണ്, ഒരു T ജംഗ്ഷനിലാണ്. ഇപ്പോൾ വൈകുന്നേരം ഒരു 5-6 മണിയാകുമ്പോൾ ആ കാലത്തെ പ്രസിദ്ധരായ എഴുത്തുകാർ നാഗാർജുൻ, ഫണീശ്വർനാഥ് രേണു, ദിൻകർ തുടങ്ങിയവരെല്ലാവരും നല്ല വെളുത്ത മൽമല്ല ജുബയും പൈജാമയൊക്കെ ഇട്ട് നടന്നു പോകും. ഈ കാഴ്ച കാണാൻ ദിവസവും റോഡിൻ്റെ 2 വശത്തും ആൾക്കാർ കാത്തു നിൽക്കുമായിരുന്നു. അത്ര ബഹുമാനമായിരുന്നു എഴുത്തുകാരെന്ന സമൂഹത്തിനോട്. ഇപ്പോൾ എമർജൻസിക്ക് എതിരായിട്ടുള്ള സമരത്തിൽ ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പട്നയുടെ ഹൃദയഭാഗമാണ് ഡാക് ബംഗ്ലാ ചൗക്ക് എന്ന് പറയുന്നത്. ഡൽഹിക്ക് കൊണാട്ട് പ്ലേസ് എന്ന പോലെ ഈ ഡാക് ബംഗ്ലാ ചൗക്കിൽ എഴുത്തുകാർ സമരത്തിനിരുന്നു. അതിന് നേതൃത്വം നൽകിയത് ഫണീശ്വർനാഥ് രേണുവാണ്. ഫണീശ്വർനാഥ് രേണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. മലയാള എഴുത്തുകാർ മാത്രമല്ല, ഒരു ലൊക്കാലിറ്റി, ഒരു വലിയ ഭൂവിഭാഗത്തെ, അഞ്ചൽ എന്ന് പറയും ബീഹാറിൻ്റെ, ഒരു വലിയ ഭൂവിഭാഗത്തെ അടയാളപ്പെടുത്തിയ മൈല അഞ്ചൽ എന്ന പുസ്തകം 1960കളിൽ തന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് തീസരി കസം എന്ന പേരിൽ രാജ് കപൂർ അഭിനയിക്കുന്ന, രാജ് കപൂറും വഹിദ റഹ്മാനും അഭിനയിച്ച സിനിമ.
അപ്പോൾ ഫണീഷനാഥ് രേണു തൻ്റെ പത്മശ്രീ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായി മരിക്കുകയും ചെയ്തു. ഇത് അവിടുത്തെ ജനമാനസങ്ങളെ ശരിക്കും പിടിച്ചുലക്കി. ഇത്തരത്തിൽ ഒരു ശക്തനായ രാഷ്ട്രീയ വിശ്വാസമുള്ള ഒരു എഴുത്തുകാരൻ, ഒരുപക്ഷെ എഴുത്തിലൂടെ പ്രതിഷേധിക്കുന്നവരുണ്ട്, കഥയിലൂടെ പ്രതിഷേധിക്കുന്നുണ്ട്, പക്ഷെ തെരുവിലിറങ്ങി ഭരണകൂടത്തിൻ്റെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങി അവസാനം മരിച്ച ഒരു വ്യക്തി ബീഹാറിലല്ലാതെ മറ്റൊരിടത്ത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എഴുത്തിനോട് അവർക്ക് വലിയ ബഹുമാനമാണ്. ഞാൻ ഈ ബീഹാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ടഫായിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. ഏറ്റവും മാടമ്പിത്തരവും നിമിഷത്തിന് ജാതികൾ തമ്മിലുള്ള കലഹവും ലാൻഡ് ആർമികളും പലതരത്തിലുള്ള സ്വകാര്യ സേനകളും മറ്റും ഏറ്റുമുട്ടുന്ന. അപ്പം അവിടെ ഭരിക്കുക എന്നുള്ളത് കുറേയൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എഴുത്ത് തുടങ്ങിയ മൃദുവികാരങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പറയുന്നത് ഏശുകയില്ല. കാരണം ഇതൊക്കെ ആക്ടിങ് ആണെന്ന് ആൾക്കാർക്ക് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ബീഹാറിൽ ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് നിതീഷ് കുമാർ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ 10-15 കൊല്ലം മുമ്പ് തന്നെ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അസംബ്ലി ക്വസ്റ്റ്യൻ്റെ ബ്രീഫിങ്ങിന് ഞാൻ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം ബ്രീഫിങ് ശ്രദ്ധാപൂർവം കേട്ടു. അവിടെ കുറേ പത്രപ്രവർത്തകർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോയ സമയത്ത് അദ്ദേഹം പത്രപ്രവർത്തകരോട് പറഞ്ഞു, കേരള പ്രേംചന്ദ് എന്ന്, കേരളത്തിലെ ഷോർട്ട് സ്റ്റോറി റൈറ്ററെ കേരള പ്രേംചന്ദ്. അപ്പം അവർക്കിതെല്ലാം അറിയുന്നുണ്ട്. പക്ഷേ പ്രകടമായി നമ്മുടെ നാടകത്തിൽ പങ്കെടുക്കാൻ അവരും വളരെ സഹൃദയത്വത്തോടു കൂടി തന്നെ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എഴുത്തുകാരൻ എന്നുള്ള വ്യക്തിത്വം അത് ഇരിക്കട്ടെ. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്ക് ഈ 75-77 ശേഷം ബീഹാറിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള അട്രോസിറ്റികളുടെയൊക്കെ റിപ്പോർട്ടുകൾ, ഭാഗൽപൂർ ബ്ലൈൻഡിങ്സ്, അതുപോലെ അപ്പം അക്കാലത്ത് ഈ സൺഡേ വാരികയിലാണല്ലോ അത് വന്നത്. അപ്പോൾ സൺഡേ വാരിക കേരളത്തിൽ എല്ലാവരും വളരെ താല്പര്യപൂർവ്വം വായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഞാൻ ഏറെക്കുറെ നാളന്ദ ജില്ലയിൽ ഈ കള്ളത്തോക്കുകൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ, സൺഡേയുടെ ഇൻ്റർവ്യൂവർ അവിടെ ചെന്നിട്ട് ആ കള്ളത്തോക്ക് നിർമ്മാതാവിനെ ഇൻ്റർവ്യൂ ചെയ്യാം. അപ്പോൾ അയാളോട് ചോദിക്കുക ഒരു ഇലക്ഷനിൽ, എങ്ങനെ ഇക്കുറി ബിസിനസ്സൊക്കെ എങ്ങനെയാണ്? ഇക്കുറി അത്ര ബിസിനസ് ഇല്ല, കഴിഞ്ഞ ഇലക്ഷനെ അപേക്ഷിച്ച് തോക്ക് ബിസിനസ് വളരെ കമ്മിയായിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ നാളന്ദ ജില്ലയിലത്തെ ഒരു അന്തരീക്ഷം. അതൊരു ഭയാനകമായ അന്തരീക്ഷമല്ലേ? അപ്പം അവിടെ എങ്ങനെയാണ് ജോലി ചെയ്തേർന്നത് എന്നുള്ളതാണ്. ഇത് നളന്ദയൊക്കെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമുണ്ട്, മുങ്കീർ എന്ന് പറയും. മുങ്കീറിലാണ് ഒരുമാതിരി ലോകത്തിലെ എല്ലാ തോക്കുകളുടെയും കോപ്പി ചെയ്യാനുള്ള വലിയ കഴിവുണ്ട്. ഇതിന് പുറമെ ബീഹാർ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ ഈ വളരെ വലിയ നിലവാരം, ഇതെല്ലാം നാടൻ തോക്കുകളാണ്, വലിയ നിലവാരമുള്ള ചൈനീസ് തോക്കുകളുടെയും വലിയൊരു വിപണി കേന്ദ്രമാണ് ബീഹാർ. ഇത് പൊതുവെ പുറത്തെടുക്കാറില്ല. ഇതൊരു ധൈര്യത്തിന് വേണ്ടി എല്ലാവരും വയ്ക്കുകയാണ്. കാരണം അവിടുത്തെ ജീവിതം കുറച്ച് ഭയാവഹമാണ്. ഈ വർഗ സമരം പ്രത്യേകിച്ച് 90-കളിലൊക്കെ അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു. മാസ് കില്ലിങ്സ്, ഒരു ജാതിക്കാർ മറ്റു ജാതിയിൽ 40 പേരെ കൊല്ലുക, 50 പേരെ കൊല്ലുക, അതുപോലെ തിരിച്ച്. ഇന്ന് ഇതിനെക്കുറിച്ച് നല്ലൊരു സെഷൻ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ബേലാബാട്ടിയയുടെ ഈ ബീഹാറിലെ വർഗസമരങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇത് സ്വരക്ഷയ്ക്ക് വേണ്ടിയാണ് മിക്കവാറും ഇത് കൊണ്ടു നടക്കുന്നത്. ഇതുപോലെ തന്നെ വാള് തുടങ്ങിയ എല്ലാ വീടുകളിലും ഒരു കാലത്ത്, ഇപ്പം ഈ പരിഷ്കാരം വന്നപ്പോൾ അതൊക്കെ കുറേ മാറിയിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസം ആകെ ബീഹാറിൽ മാറി. ഒരു അല്പം കാശുണ്ടെങ്കിൽ മറ്റേ കുട്ടികളെ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഡൽഹിയിലേക്കോ രാജസ്ഥാനിലെ കോട്ടയിലേക്കോ അയക്കും. ഇതിനെല്ലാം ഇടയിൽ കൂടി ഈ സമൂഹമായ അസമത്വത്തിന്
ഇനി കൂട്ടുപിടിച്ചുകൊണ്ട് അവിടുത്തെ ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും പോലീസുകാരും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ബീഹാറിൻ്റെ നിർഭാഗ്യം. അപ്പം ഇത് ഒരു പരിധി വരെ ഇതിനൊരു മാറ്റം വന്നത് സത്യം പറഞ്ഞ മാവോയിസ്റ്റുകൾ വന്നതിന് ശേഷമാണ്. ബീഹാറിലെ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ നെൽപ്പാടമായിരിക്കും. ഈ നെൽപ്പാടത്തിൻ്റെ ഒരു വശത്താണ് ദളിതന്മാരുടെ വീട്. അത് മറ്റേ വശത്തു നിന്നുള്ള കാറ്റ് കൊണ്ട്, അത് ദുർഗന്ധം വഹിക്കുന്ന കാറ്റ് കൊണ്ടിരുന്ന ഇടത്താണ് ഈ ദളിതുകാരുടെയും പിന്നോക്ക അവസ്ഥക്കാരുടെയും വീട്. അതിൻ്റെ മറുവശത്താണ് സവർണരുടെ വീട്. അപ്പോൾ പിന്നെ അവിടെ ഈ ബാത്റൂം സൗകര്യങ്ങൾ ഇല്ല. ഈ സ്വച്ഛ് ഭാരത് എന്നൊക്കെ പറഞ്ഞ് 1940-കളിൽ തന്നെ രാം മനോഹർ ലോഹിയ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് ബാത്റൂം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ബാത്റൂമിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾ രാത്രി പുറത്തേക്ക് പോകുമ്പോൾ അവരെ ആക്രമിക്കുക എന്നുള്ളത് സവർണരുടെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. അത് ബാത്റൂമിൻ്റെ ആവശ്യകത ഒരു സ്ത്രീ സുരക്ഷയുടെ കൂടി ആവശ്യകതയായിരുന്നു. ഈ ആക്രമണം അതിലൊരു തെറ്റായിട്ടൊന്നും സവർണർ കണ്ടിരുന്നില്ല. അതൊരു അവകാശമായിട്ടാണ് കണ്ടത്. ഇതിനെതിരായിട്ടാണ് ബീഹാറിൽ ഭോജ്പൂരിൽ നക്സൽ പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. ഈ നക്സൽ പ്രസ്ഥാനമാണ് ഈ ഏരിയകളിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷയും പാവങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യവും നൽകിയത്. ഇപ്പം ഞാൻ ജോലിയിൽ കയറി ആദ്യം നമുക്ക് യാതൊരു വിവരവും, ഞാൻ കേരളത്തിൽ നിന്നാണ് വരണത്, നമ്മൾ ഏതാണ്ട് പുറമേയെങ്കിലും സമത്വം കാണിക്കുന്നൊരു സമൂഹമാണ്. ആൾക്കാർ നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ അവിടുത്തെ മഹന്ത് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. മഹന്ത് എന്ന് പറഞ്ഞാൽ പൂജാരി എന്നൊക്കെ അർത്ഥം പറയും. ഈ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ മഠാധിപതി നമ്മുടെ UP-യിലെ മറ്റേ മുഖ്യമന്ത്രി ഗോരഖ്നാഥ് ക്ഷേത്രത്തിലെ മഹന്താണ്. ഈ മഹന്ത് ഒരു ബിലറ്റ് പാസ്വാൻ എന്ന് പറഞ്ഞൊരാളെ അടിച്ചു വീഴ്ത്തി എന്നുള്ളതുകൊണ്ട് ഈ ബിലറ്റ് പാസ്വാനും കുറേ ദളിതുകളും നമ്മളെ കാണാൻ വന്നു. അപ്പം എന്താ അടിക്കാൻ കാരണം? ഇവൻ ചെരുപ്പിട്ടു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഇതാണല്ലോ മലയാളിയാണ്. അപ്പം വന്ന് കയറിയുള്ളൂ, മഹന്തനെ ഉടനെ അകത്താക്കി പോലീസ് സ്റ്റേഷനിൽ അടച്ചിട്ട് അയാളുടെ പേര് കേസ് ഫയൽ ചെയ്തു. പിറ്റേ ദിവസം പത്രങ്ങളിൽ വലിയ ഹെഡ്ലൈനായിരുന്നു, വിലുവാപ്പൂർ മഹന്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. അത് വിചാരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം നമുക്ക് ബീഹാറിനെ കുറിച്ച് വലിയ അറിവില്ലായ്മ കൊണ്ടാണ് ഈ സാഹസം ചെയ്തത്. പക്ഷേ ഇതാണ് അവിടുത്തെ സമൂഹം. ഈ സമൂഹം ചെരുപ്പിടാൻ പാടില്ല, കൊട പിടിക്കാൻ പാടില്ല. ഇത് ഈ മണ്ഡൽ റവല്യൂഷൻ വരുന്നവരെ, മണ്ഡൽ പ്രസ്ഥാനം വരുന്നത് വരെ അവിടെ പരിപൂർണമായ സവർണാധിപത്യമായിരുന്നു. അതിന് ശേഷമാണ് ഈ നക്സലൈറ്റുകൾ ഒരു ഭാഗത്തും പിന്നെ പിന്നോക്ക വർഗങ്ങൾ മറ്റൊരു ഭാഗത്തും ഈ മാറ്റം കൊണ്ടുവരുന്നത്. ഈ മാറ്റം കൊണ്ടുവരുമ്പോൾ തന്നെ ഈ പിന്നോക്ക വർഗം എന്ന് പറഞ്ഞാൽ യാദവന്മാരും മറ്റുമാണ്. യാദവന്മാർ, കുർമികൾ, ഇവർ ഭൂമിയുള്ളവരാണ്. ഈ ഭൂമിയുള്ളവർ, ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ് ദളിതർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവരുടെ ആക്രമണം ഈ മിഡിൽ കാസ്റ്റ് എന്ന് പറയാവുന്ന യാദവന്മാർ തുടങ്ങിയവരെ ആക്രമണം നേരിടുന്നത് ദളിതരും കൂടിയാണ്. അവരിനിയും ഒരു മോചനത്തിൻ്റെ പാതയിൽ എത്തിയിട്ടില്ല. അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ ഛിന്ന ഭിന്നമായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയട്ടെ, താല്പര്യം ഉണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ 89-90 വീണ്ടും രണ്ടാമത് പാറ്റ്ന ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ അനിയൻ അവിടെ ബാങ്ക് മാനേജറായിരുന്നു, PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പോൾ ഞാൻ അഡ്രസ്സൊക്കെ ശേഖരിച്ചു. ഈസ്റ്റ് ബോറിംഗ് റോഡ്, ഈ കനാൽ റോഡ് എന്ന് പറയാം, അത്
അപ്പോൾ ഇവർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു. പക്ഷെ എല്ലാവരും ഈ ചന്ദ്രനിലേക്ക് പോകുന്ന ഡ്രസ്സിലാണല്ലോ വിൻ്ററിൽ നടക്കുക. അപ്പോൾ എല്ലാം മൂടി പുതച്ചുകൊണ്ട് ആർക്കും ഞങ്ങൾക്ക് അങ്ങോട്ടും അവർക്ക് ഞങ്ങളെയും കണ്ടുപിടിക്കുക റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ശരി, ഞങ്ങൾ പുറത്തിറങ്ങി, അവരും പുറത്തിറങ്ങി. എന്നിട്ട് ഞാനൊരു സൈക്കിൾ റിക്ഷ പിടിച്ചിട്ട്, ഞാനും ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്, ഒരു സൈക്കിൾ റിക്ഷ പിടിച്ചിട്ട് അപ്പോൾ ക്യാപ്റ്റൻ പ്രസാദിൻ്റെ വീട്ടിലേക്കാണ്, അതാണ് അഡ്രസ്സ്. അപ്പോൾ റിംഗ് കനാൽ. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ അയാൾ സ്വീകരിച്ചിരുത്തി. എങ്ങനെ KC വാസുദേവൻ എന്ന് പറഞ്ഞാൽ, ഇല്ല ഇവിടെ അങ്ങനെ ഒരാളില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ കേരളത്തിൽ നിന്ന് എൻ്റെ അനിയനുണ്ട്, ഞങ്ങൾ വഴി തെറ്റിയിട്ട് ഈ ക്യാപ്റ്റൻ പ്രസാദിൻ്റെ വീട്ടിൽ അയാൾ താമസിക്കണമെന്നാണ് പറഞ്ഞത്. ഞാനാണ് ക്യാപ്റ്റൻ പ്രസാദ്, ഞാൻ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്, വേറെ ക്യാപ്റ്റൻ പ്രസാദ് ഉണ്ടാവും, നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ വളരെ സൽക്കരിച്ചു. നാളെ വരൂ, അനിയൻ്റെ അടുത്ത് ചെന്നിട്ട് നാളെ വരൂ. അപ്പോൾ നാളെ ചെന്നപ്പോൾ എന്താ വെച്ചാൽ ആ വീട് ആകെ ഭയങ്കര പരിഭ്രമിച്ച് ഭയന്ന് വശായതാണ്. അപ്പോൾ ഈ ക്യാപ്റ്റൻ പ്രസാദ് അവിടുത്തെ SP ആ പ്രദേശത്ത് സൂപ്രണ്ട് ഓഫ് പോലീസാണ്. അയാളുടെ പോലീസ് ജീപ്പിലാണ് എന്നെ അനിയൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയത്. ആ വീടാണ് പരിഭ്രമിച്ചിരിക്കുന്നത്. കാരണം ആരാ എന്നുള്ള സ്റ്റേഷനിൽ നിന്ന് അയാളുടെ അമ്മ കയറി രാവിലത്തെ വണ്ടിക്ക്, പക്ഷേ പാറ്റ്നയിൽ ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് ഈ പോലീസ് ഫോഴ്സിന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചിട്ട് അമ്മയെ തിരയാണ്. അതിൻ്റെ പരിഭ്രമത്തിലാണ് ഞാൻ അവിടെ ചെന്നത്. അതൊന്ന് മനസ്സിലാക്കാം, ഒരു പോലീസ് സൂപ്രണ്ടിൻ്റെ വീട്ടിലെ അംഗത്തിന് ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ വരിക, അത് ഇപ്പോഴൊന്നും ആലോചിക്കാൻ പറ്റില്ല. അപ്പം അതും എനിക്ക് ബീഹാറിനെ പറ്റി വേറൊരു ചിത്രം 89-ലുള്ള ചിത്രം തരിക. അപ്പം ഇത് അത്രയൊന്നും മാറിയിട്ടില്ല ബീഹാറിൽ നിന്ന് ഈ 2 ചിത്രങ്ങളിൽ നിന്ന് അല്ലേ വ്യക്തമാവുന്നത്. പക്ഷെ ഈ അതിനുശേഷം മണ്ഡലമൊക്കെ വന്നു. ഇപ്പോൾ അതിൽ വല്ല വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ഇത് ഈ മറ്റേ മണ്ഡലിന് മുമ്പ്, അതായത് 1956 പോൾ ആപ്പിൾബി ഒരു ഭരണ പരിഷ്കാര റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഭരിക്കുന്ന സംസ്ഥാനം ബീഹാറായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ഒരു 80കളുടെ പകുതി വരെ വളരെ സമതുലിതാവസ്ഥയായിരുന്നു. പരിപൂർണമായ സവർണാധിപത്യം, അതിന് താഴെയുള്ള സമൂഹം അതിനെ ഏതാണ്ട് അംഗീകരിച്ചിരുന്നു. അപ്പോഴാണ് മണ്ഡൽ കമ്മീഷൻ വരുന്നത്. ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാർ, BJPയിൽ നിന്ന് സുശീൽ കുമാർ മോദി തുടങ്ങിയ പിന്നോക്ക വർഗ നേതാക്കൾ മുന്നോട്ട് വരികയും ഈ സവർണാധിപത്യം, ജഗന്നാഥ് മിശ്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്ന ആൾ ശ്രീകൃഷ്ണ സിൻഹ എന്ന് പറഞ്ഞ ബീഹാറിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. അതിനുശേഷം ജഗന്നാഥ് മിശ്ര നീണ്ട കാലത്തേക്കായി. അതിനുശേഷം ബീഹാറിൽ ഈ സവർണറുടെ പാർട്ടിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന BJP ആണ്. അതിനു മുമ്പ് കോൺഗ്രസ് ആയിരുന്നു. രാഷ്ട്രീയ പവർ പരിപൂർണമായിട്ട് ഈ ബാക്ക്വേർഡ് കാസ്റ്റുകളുടെ രാഷ്ട്രീയത്തിലേക്ക്, അവരുടെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് മാറി. ഇത് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ബീഹാറിൻ്റെ മറ്റൊരു വലിയ മാറ്റം വന്നിട്ട് ആധുനികതയുടെ സ്വാധീനമാണ്. മുമ്പ് കണ്ടിരുന്ന പോലെയല്ല ഇപ്പോൾ സമൂഹം സ്വയം കാണുന്നത്. ചെറുപ്പക്കാർക്ക് മുഴുവൻ എന്തെങ്കിലും പഠിച്ചു വലുതാകണമെന്നുള്ളതാണ്. ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏതാണ്ട് 700 ഈ 700 ജില്ലകളിൽ പകുതി ജില്ലകളിൽ ഒന്നുകിൽ കളക്ടർ അല്ലെങ്കിൽ SP ബീഹാറിൽ നിന്നുള്ള ഒരു IAS-കാരനോ IPS-കാരനോ. അപ്പോൾ ഒരു ആസ്പിരേഷണൽ സൊസൈറ്റി ആയിട്ട് ഒരു ഭാഗത്ത് മാറുന്നു, മറുഭാഗത്ത് സമൂഹ അസമത്വങ്ങൾ നേരിടാൻ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷേ തമിഴ്നാട്ടിലോ കേരളത്തിലോ മഹാരാഷ്ട്രയിലോ ഉണ്ടായിരുന്ന പോലെ ഒരു നവോത്ഥാന പ്രസ്ഥാനങ്ങളൊന്നും ബീഹാറിൽ ഉണ്ടായിരുന്നില്ല. അതിന് പകരം ഇത് രാഷ്ട്രീയ പാർട്ടികളിൽ കൂടി വന്നു. അതുകൊണ്ടാണ് ഈ പാവങ്ങളുടെ മിശികയായിട്ട് തുടങ്ങിയ ലാലു പ്രസാദ് പിന്നീട് വളരെ അഴിമതിക്കാരനും താൻ പോരിമക്കാരനും ഒക്കെ ആയി മാറുന്നത്. കേരളമായാലും തമിഴ്നാടും ഒക്കെ ആയാലും അതിനൊരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നാരായണ ഗുരുവായിട്ട്, അയ്യങ്കാളിയായിട്ടും പെരിയാറായിട്ടും പറ്റും. ബീഹാറിൽ അത്തരത്തിൽ, ബീഹാറിൽ നിന്നല്ല
യു പിയിലും നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ ആകെ ഒരു സഹജാനന്ദ സരസ്വതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാർഷിക സമരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട്. ബാക്കി എവിടെയും ഇതിനൊരു താത്വികമായിട്ടുള്ള അടിത്തറ ഉണ്ടായിട്ടില്ല. അതെ, ഇപ്പോൾ ബീഹാറിൻ്റെ അവസ്ഥ പറഞ്ഞു. അപ്പോൾ അതിൽ നക്സലൈറ്റുകൾ അഥവാ മാവോയിസ്റ്റുകൾ ഒരു ക്രിയാത്മകമായ റോൾ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാധവൻ പറയുന്ന ഏറ്റവും പ്രധാനമായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇപ്പം ആ കിച്ചന എന്നുള്ള കഥയിലും പിന്നെ ഒരുപാട് കഥകളിലും ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട്. മാത്രമല്ല മാധവൻ്റെ കഥകളുടെ ഒരു പ്രത്യേകതയും അത് ആർക്കും ഒബ്സർവ് ചെയ്യാവുന്നതുള്ളൂ. ഇന്ത്യയുടെ ഈ 75-ന് ശേഷമുള്ള മിക്കവാറും ചരിത്രഘട്ടങ്ങളൊക്കെ ആ കഥകളിൽ വന്നിട്ടുണ്ട്. ഇപ്പം വൻമരങ്ങൾ വീഴുമ്പോൾ അതൊരു ചരിത്രഘട്ടം വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഈ മണ്ഡൽ കമ്മീഷൻ ബാബറി വരുമ്പോൾ തിരുത്ത് എന്നുള്ളത് വന്നു. പിന്നെ CAA വന്നപ്പോൾ റേഷൻ കാർഡ് എന്നുള്ളത് വന്നു. ഇങ്ങനെ ഓരോ ചരിത്രഘട്ടത്തിലും അതിൻ്റെ ശക്തിയോ അതിൻ്റെ ആ രാഷ്ട്രീയം പിടിച്ചെടുക്കുന്ന കഥകൾ ഒരു അഖിലേന്ത്യാ തലത്തിൽ അത് പിടിച്ചെടുക്കുന്ന കഥകൾ വന്നിട്ടുണ്ട്. മാവോയിസ്റ്റ് ആയാലും ശരി, ഇതായാലും ദളിതായാലും ശരി, സ്ത്രീവാദമായാലും ശരി, ഇങ്ങനെ എല്ലായ്പ്പോഴും ഒരു പൊളിറ്റിക്കൽ മൈൻഡോടുകൂടി ഇപ്പം ഭീമ അച്ഛൻ എന്നുള്ള കഥയിലും ഒക്കെ അതെ ആ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അവയർനെസ് കഥയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ബീഹാറിലാണ് ഇരിക്കണത്, കേരളത്തിലാണ് ഇരിക്കണത്, പക്ഷേ ഇങ്ങനൊരു സംഗതി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇന്നത്തെ ഇന്ത്യൻ പൊളിറ്റിക്സിനെ പറ്റി എങ്ങനെയാണ് കാണുന്നത് എന്ന് പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഫണീശ്വർനാഥ് രേണു എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഫണീശ്വർനാഥ് രേണു. അപ്പം അദ്ദേഹത്തിനും ഉണ്ട് ഫുട്ബോള്, അദ്ദേഹത്തിനും ഉണ്ട് രാഷ്ട്രീയം കാര്യമായിട്ട്. പിന്നെ നമ്മുടെ വിജയൻ, OV വിജയനൊക്കെ ചെയ്ത പോലെ പാലക്കാടൻ ഭാഷ വിജയൻ പിടിച്ചെടുത്ത പോലെ രേണു ഈ പൂർണിയ കട്ടിഹാർ തുടങ്ങിയ ഏരിയയിലെ ഭാഷകൾ പിടിച്ചിരുന്നു. മാത്രമല്ല മിക്കവാറും വടക്കേ ഇന്ത്യയിലെ എഴുത്തുകാർ മിക്കവാറും രാഷ്ട്രീയ സ്വഭാവമുള്ളവരായിരുന്നു. അവർ ദക്ഷിണേന്ത്യയിലുണ്ടായിരുന്ന സുബ്രഹ്മണ്യ ഭാരതി തുടങ്ങിയ കുറച്ച് എഴുത്തുകാരൊഴിച്ചാൽ അവരെക്കാളെല്ലാം വളരെ അധികം സ്വാതന്ത്ര്യ സമരത്തിലും മറ്റും പങ്കെടുത്തിട്ടുള്ളവരാണ്. ഇതൊന്നും എന്നെ ബാധിച്ചിട്ടുള്ള കാര്യമല്ല. ഞാൻ അതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് തരികയാണ്. ഈ ബീഹാറിലെ ജീവിതം വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ ബീഹാറിനെ കുറിച്ച് ധാരാളം എഴുതിയിട്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 30-35 കൊല്ലം കൊണ്ടൊന്നും ഒന്നും മനസ്സിലാവില്ല. ഞാൻ ബീഹാറിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ബീഹാറിനെ പറ്റി ഒരു രഹസ്യം കണ്ടെത്തി. ഞാൻ ഏത് വീട്ടിൽ പോയാലും മിക്കവാറും 1970-കളിലും 80-കളിലും ബീഹാറിലെ ഏതെങ്കിലും വീട്ടിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൂരിയെ തന്നിരുന്നുള്ളൂ, പൂരി അല്ലെങ്കിൽ ചപ്പാത്തി. അപ്പം ഞാൻ വലിയ പൂരി പ്രേമിയൊന്നുമല്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായി. ഞാനിത് വളരെ അടുത്ത കാലത്ത് എൻ്റെ ഒരു ജേർണലിസ്റ്റ് ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, ഇതെന്താ ബഹുത് പൂരി ഖായ ബീഹാർ മേ. അപ്പം കാരണം ഇതാണ്, അവർക്ക് എൻ്റെ ജാതി അറിയില്ല. ജാതിയിൽ സമന്മാർക്കോ കൂടിയവർക്കോ അരിഭക്ഷണം നൽകുകയുള്ളൂ. അങ്ങനെയുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഭാഷ തന്നെ. ഇപ്പം ഭോജ്പുരി ഭാഷയിൽ ഏതാണ്ട് 8 തരത്തിലൊറ്റയാണ് ആൾക്കാരെ സംബോധന ചെയ്യുന്നത്. ഓരോ ഡിഗ്രിക്കും ഓരോ സംബോധനകളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെ ഉപരിപ്ലവമായിട്ട് മാത്രമേ ഇന്നും വടക്കേ ഇന്ത്യ മനസ്സിലായിട്ടുള്ളൂ. അതിൽ വളരെയധികം കാലം ജീവിച്ചിട്ടുണ്ട്. വളരെ മുകളിൽ നിന്ന് ഭീഷണമായിരുന്നു അത്. പക്ഷെ അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസം. കാരണം ആ സമൂഹത്തിൽ അത്രയധികം ന്യൂവാൻസുകളും അത്രയധികം അടിയൊഴുക്കുകളുമുണ്ട്. എൻ്റെ ഒരു അനുഭവം, അതൊരു കഥയായിട്ട് വന്നിട്ടുണ്ട്. അതായത് നാനാർത്ഥം. പട്നയിൽ ഗംഗയുടെ തീരത്ത് ഒരു കൂട്ടം ഹിന്ദുക്കളുണ്ട്, അഘോരികൾ എന്ന് പറയും. അഘോരികൾ എന്ന് പറഞ്ഞാൽ അവർ ദേഹം മുഴുവൻ വസ്ത്രം ധരിക്കാതെ അതിന് പകരം ഭസ്മം തേച്ച് നടക്കുന്നവരാണ്. ഈ അഘോരികൾ
ഒരു മലയാളി ചെറുക്കൻ പട്ന മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോയി അഘോരിയായിട്ട് ചേരുകയും ചെയ്യാണ്. അപ്പം അവൻ്റെ അച്ഛൻ നാഗ്പൂരിൽ RSS കാര്യാലയത്തിൽ ഒരു ബുദ്ധിജീവിയായിട്ട് ജീവിക്കുകയാണ്. വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു RS കാരനാണ്. അപ്പം അയാൾ പട്നയിൽ വന്ന് ഇവനെ കണ്ടപ്പോഴാണ്, അപ്പം ഇവരുടെ രാത്രി അഘോരികളുടെ നൃത്തമുണ്ട് ഈ ചുടലക്കാടിൽ. 18 മിനിറ്റ്. ആർക്ക് അനൗൺസ് ചെയ്യും? പെട്ടെന്ന് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു തടസ്സം വന്നത്. ഈ വർഷത്തെ മലയാള സാഹിത്യത്തിലെ സമുന്നത സാഹിത്യ പുരസ്കാരം ശ്രീ NS മാധവനാണ്. അപ്പോൾ 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കേരളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഇപ്പോഴാണ് അനൗൺസ് ചെയ്തത്. അപ്പോൾ ആ സന്തോഷ വാർത്ത ഉടനെ തന്നെ അറിയിക്കുകയാണ്. ഇനി തുടരാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇയാളുടെ അച്ഛൻ ഒരു RSS കാരൻ എന്ന് പറഞ്ഞാൽ RSS താത്വികൻ, ലളിതമായി ജീവിച്ചുകൊണ്ട് ഇന്ത്യ എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ കയ്യിൽ വരണം, അക്രമ രാഷ്ട്രീയത്തെക്കാൾ കൂടുതലായിട്ട് ആത്മീയ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ പട്നയിൽ വരുമ്പോൾ രാത്രി കാണുന്നത് ചുടലക്കാടിൽ ചിതയ്ക്ക് ചുറ്റും നൃത്തം ചവിട്ടുന്ന അഘോരികളുടെ നടുവിൽ സ്വന്തം മകനെയാണ്. അയാൾ തിരിച്ചു പോവുകയാണ്. അപ്പം തിരിച്ചു പോകുമ്പോഴാണ് ഹിന്ദുയിസത്തിൻ്റെ തന്നെ നാനാർത്ഥങ്ങളെ പറ്റി അയാൾ മനസ്സിലാക്കും. ഈ ഒരു കഥ മാത്രമാണ് ഞാൻ പട്നയുടെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയിട്ടുള്ളൂ. പട്നയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ നോർത്ത് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ പല കഥകളും ഇല്ലേ? ഇപ്പൊ കിച്ചന എന്നുള്ള കഥ തന്നെ നോർത്ത് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാണ്ട് സംഭവിക്കില്ല. ഇപ്പൊ കേരളത്തിൽ എഴുതാൻ പറ്റില്ല. മാവോയിസ്റ്റുകൾ ഓരോരുത്തരെ, അതായത് ഈ മഹാഭാരതത്തിലെ ഈ 5 പേരും അവരുടെ ഭാര്യയും ചേർന്നിട്ടുള്ള ഒരു യാത്രയാണ്. അത് പഴയ യാത്രയല്ല, ആധുനിക കാലത്തെ യാത്ര എന്ന് പറഞ്ഞാൽ പോലീസുകാരാണ് പിന്നിൽ, ഈ 5 പ്രതികളാണ് മുന്നിൽ നടക്കുന്നത്. അവര് ഓരോ ആളുകളായിട്ട് വെടിവെച്ച് കൊല്ലാണ്. അവര് ഇതിന്റെ ബോട്ടിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാക്കും ഒരാൾ വീണു എന്ന്. ആ സ്വയം വീഴല്ല, വെടിവെച്ച് വീഴ്ത്തപ്പെട്ടു. അപ്പൊ ഇന്നത്തെ ഇന്ത്യയിലേക്ക് പഴയ മഹാഭാരത കഥയെ മാറ്റി നട്ട് അതിനെ സമകാലികമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ വർത്തമാനത്തിൽ അതിനെ പ്രതിഷ്ഠിക്കുക ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇതുണ്ട്. പിന്നെ കേരളമായിട്ട് വലിയൊരു, കേരളം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളുമായിട്ട് ബീഹാറിന് ഉള്ള വലിയൊരു വ്യത്യാസം, ഇപ്പം നമ്മൾ തീവണ്ടിയിലൊക്കെ പണ്ട്, ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയില്ല, ഇപ്പം എല്ലാം പ്ലാസ്റ്റിക് ഫോയില്ല. പണ്ടൊക്കെ ഞാൻ ആദ്യകാലത്തൊക്കെ വടക്കേന്ത്യയിലേക്ക് യാത്ര ചെയ്തിരുന്നപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോവുക ചെയ്യുക. അപ്പം മലയാളികൾ സാധാരണ ഭക്ഷണപ്പൊതി തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കും. എന്നാൽ ഒരു ബീഹാറിയോ അല്ലെങ്കിൽ പഞ്ചാബികൾ പ്രത്യേകിച്ചും ഭക്ഷണം തുറന്ന് എല്ലാവർക്കും ഓഫർ ചെയ്യും. ഈ സമൂഹബോധം, ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് തങ്ങൾ എന്ന സമൂഹബോധം വടക്കേന്ത്യർക്ക് കൂടുതലായിട്ട് മലയാളിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനൊരു താത്വികമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ EMS കേരളം മലയാളികളുടെ നാട് എന്ന പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, അന്നത്തെ കാലത്ത്, ഇത് 47 തൊട്ട് എഴുതിയ പുസ്തകം, അന്നത്തെ കാലത്ത് കേരളത്തിലെ എല്ലാ വീടുകളിലും കിണറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വീടുകൾ ഏതാണ്ട് സ്വയം സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നു. എന്നാൽ വടക്കേ ഇന്ത്യയിൽ വാട്ടർ ഷെയർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ വാട്ടർ ഷെയർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കൂടുതൽ സമൂഹബോധം വന്നു. അവരുടെ ഫെസ്റ്റിവലുകൾ, ഇന്നലെ ആഘോഷിച്ച ദീപാവലി, ഹോളി തുടങ്ങിയ ഫെസ്റ്റിവലുകളെല്ലാം സാമൂഹിക ആഘോഷങ്ങളാണ്. കേരളത്തിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ കേരളത്തിൽ പ്രത്യേകിച്ച് ഫെസ്റ്റിവലുകൾ മിക്കവാറും കുടുംബത്തിന് പുറത്ത് കിടക്കുന്നില്ല. ഇത് വലിയ വ്യത്യാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു സോഷ്യൽ ബീയിങ് എന്ന നിലയിൽ വടക്കേ ഇന്ത്യക്കാർ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ മുകളിലാണ്. ഇതിന് ഒരു ഹൈറാർക്കി ഇല്ല, നമ്മളെക്കാൾ വ്യത്യസ്തരാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്.
പൊതു എന്നുള്ള സംഗതി, ഈ കിണറ്, വീട്, തൊടി, അത് 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 മൂന്നൊക്കെ ചേർന്നിട്ടാണ്. ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ സാധാരണഗതിയിൽ കേരളത്തിൽ 200 കിണറുണ്ട്. അപ്പം എല്ലാ ആളുകൾക്കും വെള്ളം സ്വന്തം കിണറ്റിൽ നിന്ന് കുടിക്കാം. അതുകൊണ്ട് വേറൊരാളെ ആശ്രയിക്കേണ്ട, വേറൊരാളെ വെള്ളം വിലക്കണ്ട, നമുക്ക് കൃഷിക്ക് വെള്ളം ഷെയർ ചെയ്യാം, ഇതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു തൻ്റെ ഇടം എന്ന് പറയുന്ന ഒരു തൻ്റെ ഇടവും അത് തൻ്റെ ബോധവും, അത് ഒരു ഇൻഡിവിജ്വലിസമാണ്. അത് ഈ തെങ്ങില്ലേ, തെങ്ങാണ് മലയാളിയുടെ ഏറ്റവും പ്രതീകാത്മകമായ വൃക്ഷം. ഒരു തരത്തിലും തെങ്ങും തൊടില്ല, അതിൽ അടിക്കാടുകൾ അതില്ല, ഒക്കെ വൃത്തിയാക്കി വെട്ടി നിരത്തി സിമന്റ് ഇട്ട പോലുള്ള നിലത്താണ് ഈ ഒറ്റ തെങ്ങുകൾ നിൽക്കുന്നത്. ഈ ഒറ്റ തെങ്ങ് അതൊരാൺതെങ്ങ. അങ്ങനെയുള്ള ആൺതെങ്ങുകളുടെ ഒരു ലോകമാണ് കേരളം എന്ന് തോന്നുന്നു. ഈ വളരെ ഇൻഡിവിജ്വലിസം, തൻ്റെ ഇടം, താൻ പോരിമ, താൻ 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 എന്ന് പറയുന്ന മട്ടിലുള്ളൊരു വ്യക്തിത്വം, അത് ഉള്ളൂ വളരെ എന്ന് തോന്നുന്നല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരുപക്ഷെ EMS പറഞ്ഞായിരിക്കും അതിൻ്റെ ചരിത്രപരമായ കാരണം. നമുക്ക് വെള്ളം ഷെയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പം നെഹ്റു എന്നുള്ള വാക്ക് തന്നെ നഹർ എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നിട്ടില്ല, തോട് എന്ന വാക്കിൽ നിന്നാണ്. അങ്ങനെ ഈ ജലമായിട്ട് ബന്ധപ്പെട്ട പല സർനെയിംസും വടക്കേ ഇന്ത്യയിലുണ്ട്. നമുക്ക് ഈ ഒരു സ്വയം പര്യാപ്തത നമ്മളെ കൂടുതൽ ഒറ്റപ്പെടുത്തിയ, പക്ഷെ അതിൻ്റെ സമൂഹപരമായിട്ടുള്ള ഒരു ആഹ്ലാദം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് വടക്കേ ഇന്ത്യ കണ്ടപ്പോൾ. അത് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ആദ്യം, ഞാൻ 74 അവിടെ നോർത്ത് ഇന്ത്യയിൽ പോയതും സഞ്ചരിച്ചതുമൊക്കെ. അങ്ങനെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് പോയപ്പോൾ ഞാൻ പാറ്റ്നയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ്, ഞാനും എൻ്റെ അനിയനും ടിക്കറ്റ് എടുത്തിട്ടാണ് ഗയയിലേക്ക് പോയത്. അപ്പോൾ ആ പാറ്റ്നയിലത്തെ റെയിൽവേ ക്ലർക്ക് ചോദിച്ചു, നിങ്ങൾ മലയാളികളല്ലേ എന്ന് ചോദിച്ചു. അതെ. എന്താ അങ്ങനെ തോന്നാൻ കാര്യം? അത്ഭുതം, മലയാളികളല്ലാതെ ആരും ടിക്കറ്റ് എടുക്കാറില്ല ഗയയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഗയയിൽ നിന്നുള്ള തിരിച്ചുവരവാണ് അതിനേക്കാൾ സംഭവബഹുലം. വൈകുന്നേരം ഒരു പാസഞ്ചറേ ഉള്ളൂ. പാറ്റ്നയിൽ നിന്ന് ഒരു പാസഞ്ചർ രാവിലെ 7:30 വിട്ടാൽ 12 മണിക്കോട്ടെ ഗയയിലെത്തും. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശ്രാദ്ധം ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 3 മണിയോടുകൂടി ഗയ എന്ന പാസഞ്ചർ പാറ്റ്നയിലേക്ക് എത്തും. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് തിരിച്ചു പോയി. അപ്പോൾ ഈ വണ്ടിയിൽ വെച്ചാൽ രാവിലെ ആണെങ്കിൽ ആ വണ്ടി റെയിൽവേ സ്റ്റേഷനിലൊന്നല്ല, വഴിക്ക് തന്നെ നിർത്തും. കാരണം ആ ഗ്രാമങ്ങളിൽ നിന്നുള്ള പാൽ കച്ചവടക്കാർ ഈ ടിന്നിലാക്കി കൊണ്ടുവരും. അതൊക്കെ കയറ്റണം. കാരണം അതല്ലാതെ അവിടെ ഒരു ട്രാഫിക്കും ഇല്ല, അവർക്ക് വേറൊരു യാത്രാമാർഗമില്ല. ഈ പാല് കൊണ്ടുപോകുന്ന വണ്ടിയിൽ തന്നെയാണ് ഇവർ ഗംഗയിലേക്കുള്ള ശവം കൊണ്ടുപോകുക. ശവത്തിന് നിലത്ത് കിടത്തും, സീറ്റിലിരുത്തില്ല എന്ന് മാത്രം. ശവം നിലത്ത് കിടക്കും, ജീവനുള്ളവൻ ഇരിക്കും, അത്രേ വ്യത്യാസമുള്ളൂ. അങ്ങനെയുള്ളൊരു അത്ഭുത ലോകമായിട്ടായിരുന്നു എനിക്ക്. ഞാൻ 75-76 കണ്ട ബീഹാറെ. അവിടുന്നൊക്കെ എത്ര മാറിയില്ലേ അത്. അതെ, വളരെ മാറി. അത് ഈ സോഷ്യലായിട്ടുള്ള റെവല്യൂഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ജയപ്രകാശ് നാരായണന്റെ പ്രസ്ഥാനം അത് നേരിൽ കാണാൻ ഇടയായിട്ടില്ലേ? ജയപ്രകാശ് നാരായണന്റെ 75 ജൂണിലാണല്ലോ അത്. അതെ, നേരിട്ട് കാണാൻ ഇടയായില്ല. പക്ഷെ അത് അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ബീഹാറിൽ 77 സമയത്ത്. അതിനിടയ്ക്ക് മസൂറിയിലും മറ്റുമായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തിട്ട് പട്നയിൽ ഗാന്ധി മൈതാനം എന്ന് പറഞ്ഞൊരു മൈതാനമുണ്ട്. ഈ കടപ്പുറം പോലെ തന്നെ വലുതാണ്, ഏതാണ്ട് 1000 ഏക്കർ ഒറ്റയാണ്. JP അവിടെ പ്രസംഗിക്കാൻ വരുന്നു എന്ന് അനൗൺസ് ചെയ്തു. ഈ മൈതാനം കവിഞ്ഞൊഴിഞ്ഞ് അപ്പോൾ ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാവും ഇന്ദിരാഗാന്ധി ഇലക്ഷനിൽ തറപറ്റാൻ പോകുക. അത്ര ആവേശകരമായിട്ട്. കാരണം JPയുടെ അടുത്തോ JPയുടെ സഹപ്രവർത്തകരുടെ അടുത്തോ ഒരു കാശുമില്ല. വെറും JP പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ ബീഹാറിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അവിടെ ജനസമുദ്രം എന്ന് പറഞ്ഞാൽ അതുപോലൊരു ക്രൗഡ്. ചിലപ്പോൾ MGR മരിച്ചപ്പോഴത്തെ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിന് വളരെ വലിയ രാഷ്ട്രീയ പ്രബുദ്ധരായ ക്രൗഡാണ്. രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഒരുപക്ഷെ ബീഹാറികളെയും UPക്കാരെയും നമ്മൾ വേണ്ടത്ര ബഹുമാനത്തോടു കൂടി അല്ല കാണുന്നതെന്ന് മനസ്സിലാക്കണം. ഈ എമർജൻസി കഴിഞ്ഞിട്ട്
കേരളത്തിൽ മിക്കവാറും എല്ലാ സീറ്റും കോൺഗ്രസ് ജയിച്ചപ്പോൾ ബീഹാറിൽ 58 സീറ്റിൽ 58 സീറ്റും കോൺഗ്രസ് തോറ്റു. യു പിയിലും ഏതാണ്ട് പരിപൂർണമായിട്ട് തൂത്തെറിയപ്പെട്ടു. ഈ ആര്യാവർത്തത്തിലെ കർഷകൻ്റെയും ദരിദ്രരെയും രാഷ്ട്രീയ ബോധം മലയാളിക്കുണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ മോദിയുടെ ഒന്നടക്കിയത് ഈ പ്രദേശങ്ങളിലൊക്കെയാണ്. അത് വളരെ ശരിയാണെന്ന് എനിക്കും ആ ചെറിയ യാത്രയിലും ഇടയ്ക്കിടയ്ക്കുള്ള യാത്രയിലും പിന്നെ ഈ പൊതുവിലുള്ള പ്രവണതകളും വോട്ടിംഗ് പാറ്റേണൊക്കെ നോക്കുമ്പോൾ കാണുന്നുണ്ട്. അത് ഇരിക്കട്ടെ. ഈ ആ 75-77 കാലത്തെ ആ പ്രസ്ഥാനത്തിനെ പറ്റിയാണ് എനിക്ക് കൂടുതൽ അറിയാം. അതിലൂടെയാണല്ലോ ലാലു പ്രസാദ് യാദവും എല്ലാവരും പൊങ്ങി വന്നത്. അതിനെ പറ്റിയിട്ടാണ് ആ വിദ്യാർത്ഥി പ്രക്ഷോഭ കാലത്താണ് ഒരുപാട് നേതാക്കന്മാർ ബീഹാറിൽ നിന്ന് വന്നത്. ബീഹാറിനാണെങ്കിൽ എത്രയോ കാലത്തെ ചരിത്രമുണ്ട്. ബുദ്ധമതത്തിൻ്റെ ഉദയം മുതൽക്ക് ബീഹാർ എന്നുള്ള വാക്ക് തന്നെ വിഹാരം എന്നല്ലേ. ബുദ്ധവിഹാരം അവരുടെ ആ വിഹാരത്തിൻ്റെ സ്ഥലമാണ് ആ ബീഹാർ. വിഹാരങ്ങളുള്ള നാട്, അതും അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെ ബുദ്ധമതത്തിന്റെയും ജൈനമത അങ്ങനെയുള്ള വലിയ വലിയ ചിന്തകളുടെയൊക്കെ ഉറവിടവും ഈറ്റില്ലോ ആയിട്ടുള്ളൊരു പ്രദേശമാണ്. അത്ര കൾച്ചറും ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ. അപ്പൊ അവിടെയാണ് ഇതൊക്കെ ഉണ്ടാവണം. JP ഉണ്ടാവണു, അങ്ങനെ വലിയ ആളുകൾ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ ഊർജം, ഫിലോസഫിയുടെ ഊർജം എല്ലാം വന്നിട്ടല്ലേ ഇതൊക്കെ വരണത്. അല്ല, തീർച്ചയായിട്ടും എനിക്ക് ഈ JP മൂവ്മെന്റിനെ അടുത്ത് കാണാൻ സാധിച്ചില്ല. കാരണം ആ ഒരു ഇടവേളയിലായിരുന്നു ട്രെയിനിങ്ങും മറ്റും. പക്ഷേ JP മൂവ്മെൻറ്റ് വരുത്തിയ ഒരു ചീത്തക്കാര്യം കൂടിയുണ്ട്. അതിൽ കൂടി വളർന്നു വന്ന ഭരണകർത്താക്കൾ എല്ലാവരും, അതായത് ലാലു ആയാലും നിതീഷ്, ഇവരെല്ലാം എതിർപ്പിലൂടെയാണ് വളർന്നത്. സ്ഥാപനങ്ങളോടും നിയമത്തിനോടും ഇവർക്ക് അവജ്ഞയായിരുന്നു. ഇത് പലപ്പോഴും താത്വികമായിരുന്നില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി ഈ പല നേതാക്കളും ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ബീഹാറിൽ 1956 പറഞ്ഞ ഏറ്റവും നന്നായി ഭരിക്കപ്പെടുന്ന സംസ്ഥാനം എന്നുള്ളതിൻ്റെ കാരണം സമൂഹത്തിൻ്റെ സമതുലിതാവസ്ഥയായിരുന്നെങ്കിലും അതിൽ കുറേ സിസ്റ്റംസ് ഉണ്ടാക്കിയിരുന്നു, വളരെ ഭംഗിയുള്ള സിസ്റ്റംസ്. ഈ സിസ്റ്റംസ് എല്ലാം തകർന്നിട്ടാണ് ഇന്നത്തെ സ്ഥിതിയിലാകുന്നത്. അപ്പോൾ 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് ഈ സംഗതി ഇത് ഇപ്പം NS മാധവൻ പറഞ്ഞ ഏറ്റവും പ്രധാനമായ പോയിന്റ് ഈ ചർച്ചയിൽ നിന്ന് വിരിഞ്ഞു വന്നത് ഈ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് നാം മേനി നടിക്കുന്ന പോലെ കേരളീയർക്കാണ് അധികം എന്ന് അത്ര ശരിയായിക്കൊള്ളണമെന്നില്ല. അത് നമ്മളെക്കാൾക്ക് ഉയർന്ന അളവിൽ നോർത്ത് ഇന്ത്യയിലും ഒക്കെയാണ് ഇത് കാണുന്നതും പ്രതിഫലിക്കുന്നതും ഒക്കെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ നക്സലൈറ്റ് മാവോയിസ്റ്റ് മൂവ്മെൻറ്റിന് അത് നമ്മുടെ സമൂഹത്തിലെ നോർത്ത് ഇന്ത്യൻ സമൂഹത്തിലെ ഒരു പ്രത്യേകമായുള്ള ശക്തി പകരാനും സമൂഹത്തിനെ മുന്നോട്ട് നീക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 പോയിന്റല്ലേ ഇപ്പം ഇതിൽ വന്നത്. അതെ, മറ്റേ പുതുതായിട്ട് ഇതാണ് ഇത് രണ്ടും പുതിയ പോയിന്റാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വളരെ നന്ദി. അപ്പോൾ ഇതിൽ ഏറ്റവും നന്ദി മാത്രമല്ല സന്തോഷമാണ് ഞങ്ങൾക്കുള്ള ഈ ഇതിൻ്റെ ഇടയിൽ മാധവന് അർഹിക്കുന്ന പുരസ്കാരം തന്നെയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഏറ്റവും അധികം അർഹിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് നമ്മളെ എല്ലാവരുടെയും സന്തോഷവും നന്ദിയും കൃതജ്ഞതയും ഈ വേദിയിൽ വെച്ച്, ഓർത്തൂസ് വേദിയിൽ വെച്ചിട്ട് ഞാൻ അർപ്പിക്കുന്നു. വളരെ നന്ദി NS മാധവൻ. അല്ല, അപ്പൊ കേശിക്കാണ് നന്ദി പറയേണ്ടി. ഇത്രയധികം ലക്ക് കൊണ്ടുവരുന്ന ഒരാളില്ലാതെ. ചോദ്യമല്ല, ഒരു 3 കാര്യങ്ങളിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ബീഹാറിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ. ഒന്ന്, ജയപ്രകാശ് നാരായണൻ്റെ മൂവ്മെൻറ്റിന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന കാര്യത്തിൽ. ഇപ്പോഴും ബീഹാറിലെ പല ഗ്രാമങ്ങളിലും ലോക് സമിതികളുണ്ട്. അവർ ഇന്നത്തെ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് അത്ര ഹാപ്പിയല്ല. എന്നാൽ തന്നെയും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ചെറിയ ലോകസമിതികൾ മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട്. അത് പലരും മറന്നു പോകുന്ന കാര്യമാണ്. അത് രണ്ടാമത് ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞു. ട്രെയിൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ബീഹാറിലെ
സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു. ഞാനും മാധവൻ സാറും വേറെ പല മലയാളികളും അവിടെ സർവൈവ് ചെയ്തു. ഞങ്ങളെ ആരും കിഡ്നാപ്പ് ചെയ്തില്ല, ഞങ്ങളുടെ കുട്ടികളെ ആരും കൊണ്ടുപോയില്ല. അപ്പോൾ ഈ വഴക്ക് അവർ തമ്മിലാണ്, നമുക്ക് പ്രശ്നമില്ല, നമുക്ക് സുഖമായി അവിടെ പോയി ജോലി ചെയ്യാം. ആരെയും ആക്രമിച്ചായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ജാതി സമരമാണ്, അവർ തമ്മിലാണ്. നമ്മളതിൽ ആവശ്യമില്ലാതെ ഇടപെടാതിരുന്നാൽ മതി, കുഴപ്പമില്ല. മൂന്നാമത്തെ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞു. ഞാനൊരു ഫസ്റ്റ് ക്ലാസ് ട്രെയിനിൽ യാത്ര ചെയ്തു ബീഹാറിൽ. ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ എനിക്ക് ബുക്ക് ചെയ്ത സീറ്റ് നിറച്ച ആളുകൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവരോട് പറഞ്ഞു, എൻ്റെ സീറ്റാണ്, ഞാൻ കാശ് കൊടുത്ത എൻ്റെ ടിക്കറ്റ് ഇതാണ്. അപ്പോൾ അവരെല്ലാം വളരെ ഭയഭക്തികളോടെ ഇറങ്ങിപ്പോയി. എന്നെ നോക്കിയത് ഞാൻ ചൊവ്വായിൽ നിന്ന് വന്നാണോ എന്ന് അവരൊന്നോടൊന്ന് സൂക്ഷിച്ച് നോക്കി ടിക്കറ്റൊക്കെ എടുത്ത് കയറുന്നതായിരുന്നു. പക്ഷേ അത് 5 മണിക്കാണ് എൻ്റെ ട്രെയിൻ അവിടെ ചെല്ലേണ്ടത്. ഞാൻ 3 മണിയായി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ ഞാൻ അവർ ചോദിച്ചു, ഇവരൊക്കെ എവിടെ പോയി? അവർ 1 മണിക്ക് ചെക്കിംഗ് ഉണ്ടായി, എല്ലാവരെയും 1 മണിക്ക് പ്ലാറ്റ്ഫോമിൽ ഇറക്കി വിട്ടു. അപ്പോൾ ബീഹാറിൽ അത് സംഭവിക്കാറുണ്ട്. താങ്ക് യു. പറയേണ്ടതായിട്ടൊന്നുമില്ല. ഞാൻ സഞ്ചരിച്ചത് ഒരു പകൽ ട്രെയിനിലാണ്, പാസഞ്ചർ ട്രെയിനിലാണ്. മറ്റേതിൽ ലോങ് ട്രെയിനിൽ സഞ്ചരിച്ചതിൽ വ്യത്യാസമുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് പാറ്റ്നയിലേക്ക് വരികയായിരുന്നു. അലഹബാദിൽ നിന്നാണ് കയറിയത്. ആ ട്രെയിൻ ഡൽഹിയിൽ നിന്ന് വരുന്ന ട്രെയിനാണ്, അലഹബാദിൽ നിന്നാണ് കയറിയത്. അവിടെ ഈ അലഹബാദിൽ നിന്ന് ഒരു ജന്മിയാണെന്ന് നമുക്ക് തോന്നുന്ന, മേൽജാതിക്കാരനാണ് തോന്നുന്ന ഒരാളുടെ ധാർഷ്ട്യത്തോട് കൂടിയിട്ടുള്ള ആ ലുക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഊഹിക്കാമല്ലോ. അയാളുടെ ആ പെരുമാറ്റവും അപ്പോഴേക്കും അവിടെ ആ കൂപ്പയിലുണ്ടായ വ്യത്യാസമൊക്കെ ഭയങ്കരമാണ്. അത് നമ്മുടെ നാട്ടിൽ നടക്കില്ല. പിന്നെ 2, ഈ മറ്റേ പണി കഴിഞ്ഞ് പോകുന്ന സ്ത്രീകളുണ്ട്, മിക്കവാറും ദളിതരെ. അവർ സീറ്റിലിരിക്കാൻ ഇവർ സമ്മതിക്കില്ല. നിലത്തിരുന്നിട്ടാണ് ചപ്പാത്തി ചൂടുക ഒക്കെ. ട്രെയിനിലേ നിലത്തിരുന്ന് രാത്രിക്കുള്ള ചപ്പാത്തി ആ അങ്കടിയിൽ ചുട്ടെടുക്കും. ഇതൊക്കെയാണ് അവിടുത്തെ ദൃശ്യങ്ങൾ. ഇങ്ങനത്തെ കേക്ക് ബസ്സിലും അനുവദിക്കില്ല സീറ്റിലിരിക്കാൻ ദളിതർക്ക്. അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ട്രെയിനിലത്തെ കാര്യമാണ് മാത്രമാണ് പറയുന്നത്. ട്രെയിനിൽ ഒരിക്കലും എന്താ പറയണ്ടത്, നിലത്തിരിക്കാനല്ലാതെ ദലിതരെ ബെഞ്ചിലിരിക്കാൻ അനുവദിക്കില്ല. അന്ന് 74-75 കഥയാണ് പറഞ്ഞത്. രണ്ടാമത്താണ് ഈ പറഞ്ഞത്, ആ ജമീന്ദാരെ പോലുള്ളൊരു ധാർഷ്ട്യമുള്ള ഒരാളുടെ പരാക്രമങ്ങളും അയാളുടെ ഒരു ഗാംഭീര്യവും ഒക്കെ. പിന്നെ ആ ഗയയിലേക്കുള്ള ശവം കയറ്റിയിട്ടുള്ള യാത്രയൊന്നും മറക്കില്ല. ഒരു വളരെ കൂളായിട്ട് ഒരു ശവം അവിടെ വന്ന് കിടത്ത് മുളയിലൊക്കെ കയറ്റി ആ വഴിയിലും കിടന്ന് ആളിൽ ബഹുമാനപൂർവ്വം എങ്ങനെയാണെന്ന് വെച്ചാൽ മാറി നിന്നു. അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ഇന്ത്യയിൽ മുഴുവൻ, ആ കിഴക്കേ ഇന്ത്യയിൽ മുഴുവൻ കുറേ ട്രെയിനുകളിൽ അൺറിസർവ്ഡ് ആയിട്ടാണ് പോയിട്ടുള്ളത്. കാരണം എന്താണ് ഇതെന്ന് മനസ്സിലാവട്ടെ നാട്.